എല്ലാവർക്കും നമസ്തേ. 2 ദിവസം മുമ്പ് നമ്മുടെ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ സ്ഥിതി ചെയ്യുന്ന CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG സെൻറ്ററിൽ ദില്ലി പോലീസിലെ ചില ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. അതെന്തിനാണ് എന്ന് നമ്മൾ വായിച്ചതാണ്. ഐഷി ഘോഷ് എന്ന് പറയുന്ന ഇവരുടെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നതിനായിട്ടാണ് പോലീസ് അവിടെ എത്തിയത്. അത് വെറുതെ അറസ്റ്റ് ചെയ്യാനല്ല. 2021 മറ്റോ ഉള്ള ഒരു കേസ് ഇവർ അക്രമം നടത്താനോ ഏതാണ്ട് ശ്രമിച്ച് ഈ വിദ്യാർത്ഥി സമരത്തിൻ്റെ മറവിൽ എന്തോ അക്രമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് മായി ബന്ധപ്പെട്ട ഒരു കേസ് അവർക്കെതിരെ ഉണ്ടായിരുന്നു. അവർ ആ കേസിൽ കോടതി നിരവധി പ്രാവശ്യം വാറണ്ട് അയച്ചിട്ടും ഹാജരാകാതെ നിയമത്തെ വെട്ടിച്ച് കോടതിയെ ധിക്കരിച്ച് നടന്നതിന് എതിരെയുള്ള വാറണ്ട്, ആ വാറണ്ട് നടപ്പാക്കാൻ, അറസ്റ്റ് വാറണ്ടാണ്, ആ വാറണ്ട് നടപ്പാക്കാൻ പോലീസ് ഈ ഓഫീസിലെത്തി. ഇവരവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എത്തി. അവിടെ ചെന്നപ്പം സത്യത്തിൽ നമ്മൾ കണ്ടതാണ്, ഈ വലിയ വീരവാദം അടിക്കുന്ന ബ്രിട്ടാസൊക്കെ പോലീസുകാരുടെ മുന്നിൽ ഭയന്ന് വിറച്ച് നിന്നിട്ട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇവിടെ ആണേ ED ആക്രമിച്ചതിൻ്റെ കൂട്ടല്ല, ഇവിടുത്തെ സംഭവം നമ്മൾ കണ്ടത് CPMമാർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. അതിന് ഇവിടുത്തെ പോലീസുകാർ കൂട്ടുനിന്നു. കാരണം ഇവിടുത്തെ പോലീസിൽ നല്ലൊരു ശതമാനം CPMകാരായതുകൊണ്ട് അവർ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ കൂട്ടുനിന്നു. പക്ഷേ ദില്ലി പോലീസ് അങ്ങനല്ല. അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന രാജ്യവിരുദ്ധരുടെ ഒരു കണിക പോലും ആ പോലീസിൽ ഇല്ലാത്തതുകൊണ്ട് അവർ AKG സെൻറ്ററിൽ ഉള്ളിൽ കയറി ചെന്ന് അറസ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതിനെതിരെ അവിടെ ഇവർ കൈയുയർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ബേബിയല്ല, ബ്രിട്ടാസ് വോട്ട് ബേബിയല്ല, ഏതൊരുത്തനാന്ന് പറഞ്ഞാലും ചുരുട്ടി കൂട്ടി അവർ പണി കൊടുക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ളിടത്ത് ബ്രിട്ടാസ് പോലീസുകാരുടെ മുന്നിൽ നിന്ന് യാചിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നത്, അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥ യൂണിഫോമിലല്ലായിരുന്നു, നിങ്ങളുടെ യൂണിഫോം എവിടെ, നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്യാൻ വരൂ എന്ന് പറഞ്ഞ് യാചിക്കുകയായിരുന്നു. അതനുസരിച്ച് പോലീസുകാർ അറസ്റ്റ് ചെയ്യാതെ തിരികെ പോവുകയാണ് ഉണ്ടായത്. എന്നിട്ട് എന്താണ് ചെയ്തത്? ഇവർ കോടതിയെ ഇതുവരെ ധിക്കരിച്ച് നടന്ന ഈ ഐഷി ഘോഷ് എന്ന് പറയുന്ന ആ സ്ത്രീ, ആ പെൺകുട്ടി കോടതിയിൽ ഇത്രയും വർഷം കോടതിയെ ധിക്കരിച്ച് നടന്ന ഐഷി ഘോഷ്, നിയമത്തെ വെല്ലുവിളിച്ച് നടന്ന ഐഷി ഘോഷ് കോടതിയിൽ ഹാജരായി ജാമ്യം എടുക്കുകയാണ് ചെയ്തത്. അന്നേരം ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസല്ല. കൊലപാതകമോ അല്ലെങ്കിൽ കൊള്ളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജാമ്യം ലഭിക്കത്തില്ല, ജാമ്യമില്ല വകുപ്പാണെന്ന് പറയാം. ഇത് ജാമ്യമുള്ള കേസിലായിട്ട്, ജാമ്യം കിട്ടുന്ന കേസായിട്ട് ഞാൻ നിയമത്തിന് അതീതയാണ്, ഇന്ത്യയിലെ നിയമങ്ങൾ എനിക്ക് ബാധകമല്ല എന്നുള്ള ആ ഒരു ധിക്കാരത്തോടുകൂടി കോടതിയെ ധിക്കരിച്ച് നടന്ന സ്ത്രീയാണ് ഈ ഐഷി ഘോഷ്. അവരുടെ വിചാരം ഇത് ചൈനയിലാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നതാണ് നിയമം, കേരളത്തിലാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതാണ് നിയമമായിട്ട് അവർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകരുടെ കേസുകൾ ഞങ്ങളുടെ പാർട്ടി കോടതി അത് ചെയ്തോളും, അത് പരിഗണിച്ചോളും, കേരളത്തിലെ കോടതികൾക്കൊന്നും അതിൽ അധികാരമില്ലെന്ന് പറഞ്ഞ കക്ഷികളാണ് ഈ CPMകാർ. അതേപോലെയാണ് ദില്ലിയിലെന്ന് വിചാരിച്ച് നിയമത്തെ ധിക്കരിച്ച് നടന്ന ഈ സ്ത്രീയെ, ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസുകാർ അവിടെ എത്തിയത്. അവർ റിക്വസ്റ്റ് ചെയ്തു. ശരി, പോലീസുകാർ തിരിച്ചുപോയി. യൂണിഫോമില്ല ആയിരുന്നു അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥ, വനിതാ പോലീസുകാരി തിരിച്ചുപോയി. ഈ ഭയന്ന് ഇനി അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭയത്തോടു കൂടി CPMൻ്റെ ഓഫീസിൽ പോലീസ് കയറുന്ന CPMന് നാണക്കേടായതുകൊണ്ട് നേതാക്കൾ ഉപദേശിച്ച് കാണും കോടതി പോയി ജാമ്യം എടുക്കാൻ. അങ്ങനെ കോടതി പോയി ജാമ്യം എടുത്തു. വാറണ്ട് അനുസരിച്ച് സമൻസ് കൈപ്പറ്റാതെ കോടതി ഹാജരാകാതിരുന്നതിന് ഉള്ള ശിക്ഷയായിട്ട് ഇവർക്ക് 1000 രൂപ പിഴയും ഇട്ടു. പിഴയും ഒടുക്കി അവർ ജാമ്യം എടുത്താണ് പുറത്തിറങ്ങിയത്. അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ഇതിനെ കേരളത്തിലെ ദേശാഭിമാനി പത്രം, ദേശാഭിമാനി നമുക്കറിയാം CPMൻ്റെ പത്രമാണ്, അതിനകത്തിലൊരു വാർത്ത വന്നത് എന്താണെന്നറിയാം. ഐഷിക്കെതിരായ വാറന്റ് റദ്ദാക്കി, വേട്ടയ്ക്ക് തിരിച്ചടി,
എന്നിട്ട് അതിനകത്തിൽ പറയുന്നുണ്ട്, അനാവശ്യ അറസ്റ്റ് നീക്കം ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയത്തിൽ പോലീസ് അഭിഭാഷകൻ കോടതിയിലെത്തിയില്ല എന്നാണ് അതിനകത്തിലെ ഹെഡിങ്ങും ഉപതലക്കെട്ടും ഒക്കെ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അത് വിശദമായിട്ട് ആ വാർത്തയുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല. ഇതിലെന്താണ് സത്യം? ഇതിനകത്ത് ഒരു സത്യവും ഇല്ല. അനാവശ്യ അറസ്റ്റ് നീക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഭയത്തിൽ പോലീസ് അഭിഭാഷകൻ കോടതിയിലെത്തിയില്ലെന്നാണ് അതിനകത്തിലെ ഉപതലക്കെട്ട്. ഇത് തികച്ചും കള്ളത്തരമാണ്. പോലീസിൻ്റെ അഭിഭാഷകൻ കോടതിയിലെത്താതിരുന്നത് ഇങ്ങനെ ചിന്തിച്ച് കോടതിയിലെത്താതിരുന്നതല്ല. ഇത് അനാവശ്യ അറസ്റ്റ് നീക്കമല്ല, കോടതിയെ വാറന്റ് അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. എന്നിട്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവരിങ്ങനെ വാർത്ത പടച്ചു വിട്ടത്. എന്ന് വെച്ചാൽ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. പാർട്ടി ആസ്ഥാനത്താണ് പോലീസ് കയറിയത്. നേതാക്കന്മാരെല്ലാം കിടുങ്ങുകയും ചെയ്തു, ഭയന്നു പോയി. ഇനിയും കയറിയാൽ, പണ്ടത്തെ ഒരു ഓർമ്മയുണ്ട്, ഈ വലിയ വിളച്ചിലും എടുത്തുകൊണ്ട് സംഘപരിവാറിന് നേരെ ചെന്നപ്പം അവിടെ കയറി, പാർട്ടി ഓഫീസിൽ കയറി നേതാക്കൾക്ക് തല്ലുകൊടുത്തതൊക്കെ ഓർമ്മയൊക്കെ ഇവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇവർ ഈ കൊച്ചിനെ ഉപദേശിച്ചിട്ട് ആ കൊച്ച് ജാമ്യം എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണം നടത്തുന്നത്. ഇത് ചില ആൾക്കാർ വിശ്വസിക്കും. ഈ CPM-കാരല്ലാത്തവരും ചില ഇതുള്ളതാണെന്ന് കരുതും. കാരണം CPM കഴിഞ്ഞ 10 വർഷം ഭരിക്കുന്ന സമയത്ത് CPM-കാരല്ലാത്ത പല ആൾക്കാരെയും പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും ദേശാഭിമാനിയുടെ വാർഷിക 2, 3, 5 വർഷത്തേക്ക് വരിക്കാരാക്കിയിട്ടുണ്ട്. ഇത് അവർ തുറന്ന് വായിക്കത്തില്ലെന്നുണ്ടെങ്കിലും തലക്കെട്ട് വീട്ടിൽ കൊണ്ട് ഇടുന്ന പത്രം എടുത്ത് വെച്ച് തലക്കെട്ട് ചുമ്മാ വായിക്കുമ്പോൾ വിചാരിക്കും ഇത് ശരിയാണല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടും. പക്ഷേ അതല്ല സത്യം. CPM-ന് കള്ളം പറയാൻ ഒരു ഉളുപ്പും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. യാഥാർത്ഥ്യം അതല്ലായിരുന്നു. നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കോടതിയിൽ ഹാജരാകാതിരുന്നതിനെതിരെ കോടതി പലവട്ടം സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്നപ്പോൾ അവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു കോടതി. ആ അറസ്റ്റ് വാറന്റിന് പ്രകാരം അവരെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് എത്തിയത്. അല്ലാതെ ഇവർ പറയുന്നതിലോട്ട് ഈ പാറ്റാ സമരത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെതിരായിട്ട് ഉള്ള സമരത്തിന് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ ചെന്നതല്ല ഈ പോലീസ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ ചെന്നതാണ്. ഇതിനേക്കാട്ടിലൊക്കെ രസം, ഇതിൻ്റെ പേരിൽ വലിയ വാചകസർത്ത് നടത്തിയ ഒരു വിദ്വാനാണ് ഈ ജോൺ ബ്രിട്ടാസ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു മറുപടി വളരെ രസകരമാണ്. ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു MP, എനിക്ക് രാജ്യസഭ MP ആണ്, എനിക്കൊന്ന് AIDMKയുടെ MP ആയിരിക്കാം. അദ്ദേഹം ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എന്ന് പറഞ്ഞ് അവർ സ്ത്രീകളെ ബഹുമാനത്തോടുകൂടി അമ്മ എന്ന് വിളിക്കും. അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ജയലളിത അത് ജനങ്ങളെല്ലാം അമ്മ എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹം ഈ MP ജയലളിത എടുത്ത ചില നടപടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അവിടെ ഇരുന്ന് കളിയാക്കുന്ന രീതിയിൽ വിച്ചമ്മ, അതായത് ഏതമ്മ എന്നും പറഞ്ഞ് കുറേ ഈ ഇദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കാൻ നോക്കി, കളിയാക്കാൻ നോക്കി, ജയലളിതയെ അധിക്ഷേപിക്കാൻ നോക്കി. ഈ MP ഒന്നും നോക്കിയൊന്നുമില്ല, തിരിഞ്ഞ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടാണ്. നിൻ്റെ അമ്മയെന്ന് നല്ല മറുപടി ഞാൻ കൊടുത്തു. ഇയാൾ എളിപ്യനായിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയേ ഉള്ളൂ. ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന CPM-ൻ്റെ നേതാവും രാജ്യസഭാ MP-യുമായ ഈ വിദ്വാൻ, ഇദ്ദേഹമാണ് വലിയ വീരവാദം മുഴക്കുന്നത്. പോലീസ് വന്നപ്പോൾ ഞാൻ അങ്ങ് തടഞ്ഞ് അത് ചെയ്തു ഇത് ചെയ്തു, പോലീസുകാർ ഭയന്ന് തിരിച്ചു പോയി എന്നൊക്കെ വലിയ വാചകം അടിച്ചത്. നമ്മൾ നേരത്തെ ഒരു സമയത്ത് കണ്ടതാണ്. അതായത് പിണറായി വിജയൻ്റെ മകളെ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ പിണറായിയുടെ വീട്ടിൽ ചെന്ന സമയത്ത് ഇതിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ MA ബേബിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തിയത് നമ്മൾ കണ്ടതാണ്. അന്ന് MA ബേബിയെ പോലീസുകാർ കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ടതാണ്. പിടിച്ചു വലിച്ചു ഉന്തി തള്ളിയൊക്കെ കൊണ്ടുപോയി പോലീസ് വാനിൽ കയറ്റുന്നത്.
അന്നേരം ഈ കേരളത്തിൽ നിന്ന് പോയ ഒരു വിദ്വാൻ, അതായത് ജെയ്ക് സി തോമസ്, പുള്ളിയും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ പ്രതിഷേധത്തിന്. അയാളെ എല്ലാം പിടിച്ച് വണ്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അയാൾ വാഹനത്തിൻ്റെ ജനലിനകത്ത് കൂടെ തല വെളിയിലോട്ടിട്ട് ഇയാളെ ഇങ്ങനെ വലിച്ചു കൊണ്ട് ചെല്ലുന്നത് കണ്ടുകൊണ്ട്, ബേബിയെ വലിച്ചു കൊണ്ട് അതിനകത്ത് പൊക്കിയെടുത്ത് കയറ്റാൻ ചെന്ന് ഇതും കണ്ടുകൊണ്ട് വെളിയിലോട്ട് തലയെ ഇട്ടുകൊണ്ട് ജയ്ക്ക് പറയുന്നത് കേട്ടു, ഡോണ്ട് ടച്ച് ഹിം, ഡോണ്ട് ടച്ച് ഹിം, ഡോണ്ട് ടച്ച് ഹിം എന്നും പറഞ്ഞ് അറിയാവുന്ന മുറി ഇംഗ്ലീഷ് പറയുന്നത് നമ്മൾ കേട്ടതാണ്. എന്നിട്ട് പോലീസ് ആരാണ്ട് മൈൻഡ് ചെയ്തു. ബേബിയാ, CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാന്ന് പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇവൻ കിടന്ന് അതിനകത്ത് കിടന്ന് അലയ്ക്കുന്നത് അല്ലാതെ അവർ പൊക്കിയെടുത്ത് വാനിനകത്തിൽ ഇട്ടുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതാണ് ദില്ലി പോലീസ്, കേരള പോലീസ് അല്ല എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്നിട്ടാണ് ഈ ബ്രിട്ടാസ് വലിയ വായിൽ ഇതേപോലെ കള്ളം പടച്ചു വിടുന്നതും അത് ദേശാഭിമാനി വലിയ വാർത്തയാക്കിയത് കൊടുക്കുന്നതും എല്ലാം നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇന്ത്യയിൽ നിയമത്തിനതീതരല്ല ആരും. അത് കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ് ആയാലും BJP-ക്കാരായാലും നിയമത്തിനെ അനുസരിച്ചില്ലെങ്കിൽ, കേരള പോലീസ് അല്ല, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ CPM-കാർക്ക് ഒരു നിയമവും മറ്റുള്ളവർക്കും വേറൊരു നിയമവുമാണ്. അത് നമ്മൾ കാണുന്നതാണ്. CPM-കാർ എന്ത് അക്രമം കാണിച്ചാലും അവർക്കെതിരെ കേസില്ല. പോലീസുകാരും അവരുടെ മുന്നിൽ ഓച്ചാനിച്ചിരിക്കും. ഒരു ചെറിയൊരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ മുന്നിൽ പോലീസുകാർ ഓച്ചാനിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ കേരളത്തിന് വെളിയിൽ അങ്ങനെയല്ല പോലീസ് എന്നുള്ള കാര്യം CPM-കാരും മനസ്സിലാക്കുക, നമ്മുടെ ഈ കേരളത്തിലെ സാധാരണ ജനങ്ങളും മനസ്സിലാക്കുക. അല്ലാതെ ഈ നുണപ്രചരണം നടത്തിയത് കൊണ്ട് ഒരു നാണവുമില്ലാത്ത ഒരു കൂട്ടരാണ് നുണപ്രചരണം നടത്താൻ ഈ CPM-കാരെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളയുടെ അവസ്ഥയാണ് CPM-ന്. അവർക്ക് ഇപ്പോൾ കേരളത്തിൽ മാത്രമായിട്ട് ചുരുങ്ങി കൂടിയിരിക്കുന്ന ഈ പ്രസ്ഥാനം നമുക്കറിയാം. ബംഗാളിൽ അവർ 10-35 വർഷം അവർ ഭരിച്ചതാണ്. ത്രിപുരയും ഇതേപോലെ ഭരിച്ചതാണ്. പക്ഷേ അവിടെയൊക്കെ എന്താണ് ഈ CPM-ൻ്റെ അവസ്ഥ? കേരളത്തിൽ മാത്രമാണ് ഇപ്പം ഒരു മരുന്നിനെങ്കിലും CPM ഉള്ളത്. അല്ല, ദില്ലിയിലോ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലോ കേരളത്തിലെ കൂട്ടുള്ള അഭ്യാസം കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ പോലീസ് വെറുതെ ഇരിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടാണ് ഇതെല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ജനങ്ങളുടെ അടുത്തേക്കാണ് ഇതേപോലെ കള്ളത്തരം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളത്തരം പടച്ചു വിട്ടുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കാണുന്ന ജനങ്ങൾക്കൊരു മനസ്സിലൊരു ചിന്തയുണ്ടാകും, അയ്യേ എന്തൊരു നാണക്കേട്, നാണമില്ലയോ ഇവർക്കൊക്കെ ഇങ്ങനെ ഈ കള്ളത്തരം വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലേ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും. അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ വളർത്താനായി നിങ്ങൾ സഹായിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും കൂടുതൽ വീഡിയോ കിട്ടാനായി നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഒപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും ശ്രമിക്കുക.